നമസ്തേ, എല്ലാവർക്കും ദ മൈൻഡ് വെൽനസിന്റെ NPD സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കുര്യത്ത്. ഇന്ന് നമ്മൾ ക്രിസ്മസിന്റെ മെസ്സേജാണ് കേൾക്കാനായിട്ട് പോകുന്നത്. ബിക്കോസ് ദിസ് ഇസ് ക്രിസ്മസ് സീസൺ. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് വളരെ സന്തോഷമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുന്ന വേളയിൽ നമുക്ക് കുറച്ച് ക്രിസ്മസിനെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് മെസ്സേജസിലേക്ക് നോക്കാം. ഞാൻ എപ്പോഴും ക്രിസ്മസ് വരുമ്പോൾ പല കാര്യങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാറുണ്ട്. ഇന്ന് ഈ വർഷം എൻ്റെ മനസ്സിൽ വന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീസസ് തന്ന ഒരു മെസ്സേജ്, അതായത് ഫ്രം നോബഡി ടു സംബഡി. അതായത് നിങ്ങൾ ജനിക്കുന്ന സാഹചര്യങ്ങളോ, നിങ്ങൾ എവിടെ ജനിച്ചു, എങ്ങനെ ജനിച്ചു, ഏത് രീതിയിലുള്ള കഷ്ടതകളാണ് അന്നേരം ഉണ്ടായിരുന്ന ഒന്നും നിങ്ങളുടെ ജേർണി ടു സംബടിക്ക് ഒരു മാറ്റർ ആകുന്നേയില്ല. അതായത് കീറ്റുശീലയിൽ കാലിത്തുഴത്തിൽ വന്ന് പിറക്കുകയും അവിടെ അത്രയും കഷ്ടതകൾ അനുഭവിക്കുകയും ആ സമയത്ത് ജനിച്ച കുട്ടികളെ കൊന്നുകളയാനുള്ള രീതിയിലുള്ള ആജ്ഞകൾ വരികയും പാലായനങ്ങളും അങ്ങനെയുള്ള കഷ്ടപ്പാടുകളിലൊക്കെ ജനിക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് നടന്നെടുക്കുക എന്നുള്ളൊരു വ്യക്തി തൻ്റെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ജനിച്ച സമയങ്ങളോ, ജനിച്ച സ്ഥലമോ, ജനിച്ച രീതിയോ, ഏത് സിറ്റുവേഷനിൽ ജനിച്ചു എന്നുള്ളതൊന്നും മാത്രമല്ല. പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, എനിക്കും അങ്ങനത്തെ ഒരു അപ്പനുണ്ടായിരുന്നെങ്കിൽ, എനിക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ, എനിക്കും കുറച്ച് പണം ഉണ്ടായിരുന്നെങ്കിൽ. ഇങ്ങനെയൊന്നുമില്ല. നിങ്ങൾ കീറ്റുശീലയിലോ കാലിത്തൊഴുത്തിലോ എവിടെ വേണമെങ്കിലും ജനിക്കാം. പക്ഷേ അത് നിങ്ങളുടെ തീരുമാനമാണ് വെദർ യു വാണ്ട് ടു ബി സംബഡി എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ മെസ്സേജ് എന്ന് പറയുന്നത് ഈ ക്രിസ്മസിന് ഫ്രം നോബഡി ടു സംബഡി. ആർ യു റെഡി ഫോർ ദാറ്റ് ജേർണി? അതിന് ഒത്തിരി നല്ല രീതിയിൽ സെൽഫിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങളെ ഉയർത്തിക്കൊണ്ട് വരിക. അതായത് മൈ ലൈഫ് ഇസ് മൈ റെസ്പോൺസിബിലിറ്റി, മൈ ലൈഫ് ഇസ് മൈ പ്രൈഡ് എന്നുള്ള ആ ഒരു ഫീലും ആ ഒരു ആറ്റിറ്റ്യൂഡും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ധൈര്യവും കോൺഫിഡൻസും ഒക്കെ നമ്മളിൽ ഡെവലപ്പ് ചെയ്ത് വരണം. ഇനി രണ്ടാമത്തെ മെസ്സേജ് എന്ന് പറയുന്നത് സെൽഫ് ലവ് തന്നെയാണ്. സെൽഫ് ലവ് ഇസ് ദ ബെസ്റ്റ് ലവ്. നമ്മളെല്ലാവരും കേട്ടിരിക്കുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി കരുതണം, നമുക്ക് വേണ്ടി എന്തൊക്കെയോ കരുതി അത് സെൽഫിഷ്നെസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജീസസ് പോലും പറഞ്ഞിരിക്കുന്ന ഒരു മെസ്സേജ്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. നിന്നേക്കാൾ ഒരു കുറച്ചു പോലും കൂടുതലായിട്ട് അയൽക്കാരനെ സ്നേഹിക്കാൻ വേറെ ആരെയും സ്നേഹിക്കാൻ പാടില്ല. നമ്മളെപ്പോലെ സ്നേഹിക്കാം. ഞാൻ പറയും ലവ് യുവർ സെൽഫ് ആസ് യു ലവ് അതേഴ്സ് എന്നിപ്പോൾ ഇന്നത്തെ കാലത്ത് പറയേണ്ടിയിരിക്കുന്നു. ആ മറ്റേ ജീസസ് പറഞ്ഞ കാര്യത്തെ വളച്ചൊടിച്ച് ലവ് അതേഴ്സ് ആസ് യു ലവ് യുവർ സെൽഫ് എന്ന് പറഞ്ഞ് വളച്ചൊടിച്ച് അവസാനം സെൽഫ് ലവ് എന്നുള്ളത് പറയുന്നത് ഇല്ലാതായി തീർന്നു നമ്മുടെ സമൂഹത്തിൽ. അപ്പം നമ്മൾ പറയേണ്ടത്, ഞാൻ എന്നെ സ്നേഹിക്കുന്നു മറ്റുള്ളവരെ സ്നേഹിക്കുന്ന പോലെ തന്നെ, അല്ലാതെ ആരുടെയും പുറകിലായിട്ട് ഞാൻ എന്നെ നിർത്തുകയോ എന്നെ ലോ ആയിട്ട് ട്രീറ്റ് ചെയ്യുകയോ ഇല്ല. എന്നെ ഞാൻ എല്ലാവരുടെയും ഒപ്പമോ അതിനേക്കാൾ ഒരുപടി മുകളിലോ സ്നേഹിക്കുകയും അതനുസരിച്ച് നിലനിർത്തുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ജീസസ് പഠിപ്പിക്കുന്ന വേറൊരു കാര്യമാണ് ഗിവ് ഓൺലി ജെനുവിൻ ഹെൽപ്പ്. അതായത് അർഹിക്കുന്നവർക്ക് മാത്രം സഹായം ചെയ്യുക എന്നുള്ളതാണ്. ചെക്ക് ദ ഒതൻറ്റിസിറ്റി. ജീസസിനോട് ചോദിക്കാതെ ഒരിടത്തും ജീസസ് ആർക്കും ഒരു സഹായവും ചെയ്തിട്ടില്ല. അവിടെ ജീസസ് ചോദിക്കുന്നവർ ചോദിക്കണം, ഞാൻ എന്തിനിത് ചെയ്യണം, നിനക്ക് ഞാൻ ഇത് എന്ത് ചെയ്യണം, ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ, ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത്. അതിനകത്ത് ഏറ്റവും ഇതായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു പുറം ജാതിക്കാരിയായ സ്ത്രീ വന്നിട്ട് മകന് വേണ്ടിയിട്ട് യാചിക്കുമ്പോൾ നമ്മൾ അപ്പമെടുത്ത് നായ്ക്കൾക്ക് ഇട്ട് കൊടുക്കാറില്ല എന്ന് പറയുന്നതും അവളുടെ വിശ്വാസം വളരെ സ്ട്രോങ് ആയി കണ്ടുകൊണ്ട് പിന്നീട് അവളോട്, നിന്റെ വിശ്വാസം അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞ് എല്ലാ സ്ഥലത്തും ഒതൻറ്റിക് ആയിട്ടുള്ള ടോക്കുകളാണ് നടക്കുന്നത്. അന്ന് ഒരു മോശമായി നടന്ന സ്ത്രീയെ കല്ലെറിയാനായിട്ട് ആളുകൾ വന്നപ്പോൾ അവൾ സഹായം തേടിയപ്പോൾ ജീസസ് അവരോട് പറയുന്നതും പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്നാണ്. അല്ലാതെ കയറി കൂടുതൽ ഭയങ്കരമായിട്ട് അവിടെ പ്രൊട്ടക്ട് ചെയ്യാനോ ബഹളം വയ്ക്കാനോ, പാപമില്ലാത്തവൻ കല്ലെറിഞ്ഞോട്ടെ എന്ന് പറയുമ്പോൾ ആരും കല്ലെറിയുന്നില്ല. ആ സ്ത്രീയോടും പറയുന്നു, നോക്കൂ, എല്ലാവരും പാപം ചെയ്യുന്നവരാണ്, പക്ഷെ നീയും പാപം ചെയ്തു, ഇനി മേലാൽ നീ പാപം ചെയ്യരുത് എന്നൊരു താക്കീതോടുകൂടി കൊടുത്തുവിടുന്നു. അപ്പം ജെനുവിനായിട്ട് ഹെൽപ്പ് ഞാൻ എല്ലാവർക്കും കയറി ചോദിക്കുന്നതും എടുക്കുന്നവർക്കും വേണ്ടാത്തവർക്കും, ഈ റിലേഷൻ ഇങ്ങനെയാണ്, ഇവരെൻ്റെ ഇന്ന ആളാണ്, എനിക്ക് ഇങ്ങനെയാണെന്നും പറഞ്ഞ് സഹായം കൊടുക്കുന്നവർ യാതൊരു കാര്യവുമില്ല. അവിടെ ഒതൻറ്റിസിറ്റി അല്ലെങ്കിൽ അത് ശരിക്കും അവിടെ ഹെൽപ്പ് ആവശ്യമാണോ എന്ന് നോക്കിയിട്ട് വേണം ഹെൽപ്പ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് മുഖസ്തുതിയിൽ വീഴാൻ പാടില്ല എന്നുള്ളത്. അതായത് നെവർ ഫോൾ ഫോർ ഇറ്റ്. നമ്മൾ ഈ മുഖസ്തുതി എന്ന് പറയുന്നത് പത്രോസിനോട് പറഞ്ഞ കാര്യമാണ്. പത്രോസ് പറയുന്നുണ്ട്, നിന്നെ ഞാൻ ഒരിക്കലും വിട്ടുപോകില്ല, നീയാണ് എൻ്റെ എല്ലാം, നിൻ്റെ കൂടെ ഞാൻ എപ്പോഴും കാണുമെന്ന് പറയുമ്പോൾ ജീസസ് പറയുന്നു, നീയും കോഴി കൂകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം, ഒന്നല്ല 3
പ്രാവശ്യം നീ എന്നെ തള്ളി പറയും. അപ്പോൾ അതുകൊണ്ട് എന്നെ മുഖസ്തുതി പറഞ്ഞിട്ട് ആരും വീഴ്ത്താനായിട്ട് നോക്കണ്ട. എൻ്റെ കൂടെ അങ്ങനെ കാണും, ഇങ്ങനെ കാണും, അതായിരിക്കും, നിനക്ക് ഞാൻ അങ്ങനെ ചെയ്തു തരാം, ഇങ്ങനെ ചെയ്തു തരാം, നീ എൻ്റെ അതാണ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഒന്നിനകത്തേക്കും എന്നെ വീഴ്ത്താമെന്ന് നോക്കണ്ട. നീ എന്നെ ഈ കോഴി പോകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം എന്നെ തള്ളിപ്പെടും അന്ന് പറഞ്ഞതുപോലെ നമ്മളും നമ്മുടെ അടുത്ത് വരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീഴാൻ പാടില്ല. ഉറച്ച ഒരു സെൽഫിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. നമ്മളിൽ ട്രസ്റ്റ് ഉണ്ടായിരിക്കണം, നമ്മളിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. അത് നമ്മൾ തീർച്ചയായിട്ടും നോക്കേണ്ട കാര്യമാണ്. ഇനി പിന്നെ വരുന്ന കാര്യമാണ് ഡു നോട്ട് ഇൻവോൾവ് വിത്ത് എനിത്തിങ് വേർ യു ഡോണ്ട് ഹാവ് കൺട്രോൾ. അതായത് നിങ്ങൾക്ക് കൺട്രോൾ ഇല്ലാതെ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയാനോ ഒപ്പീനിയൻ പറയാനോ അറിവില്ലാത്ത കാര്യത്തെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കാനോ പോകരുത്. ജീസസ് കാണിച്ചു തന്നിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ജീസസിന് കൺട്രോൾ ഇല്ലാത്ത കാര്യത്തെപ്പറ്റി ആൾക്കാരും അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ജീസസ് ഉള്ള അഭിപ്രായം പറയാറില്ല. അത് തന്നെയാണ് ജീസസിനോട് സീസറിന് കപ്പം കൊടുക്കുന്നത് നല്ലതോ ശരിയോ തെറ്റോ എന്ന് ചോദിച്ചപ്പോൾ ജീസസ് പറഞ്ഞു അത് ജീസസിന് കൺട്രോളുള്ള കാര്യമല്ല, അത് നാട്ടിൽ അങ്ങനെയുള്ള നടപ്പുള്ളത് കൊണ്ട് ജീസസ് പറഞ്ഞത് സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. ഇതെല്ലാം നമ്മളെ എത്ര അസേർട്ടീവായിട്ട് എങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കണം. ഈ ഭൂമിയിൽ വന്ന് പിറന്നത് എന്തിനാണ്? ഭൂമിയിൽ എങ്ങനെ മനുഷ്യനായി നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ജീവിക്കാം, ഹൈ ഫങ്ഷനിങ് നാർസിസിസ്റ്റായിട്ട് ജീവിക്കാമെന്ന് കാണിച്ചു തന്ന ആളാണ് ജീസസ്. അപ്പോൾ അവിടെ പറയേണ്ടത് നമ്മളിങ്ങനെ എനിക്കിതിനകത്ത് കൺട്രോൾ ഇല്ലാത്ത കാര്യത്തിൽ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ പറയുന്നത് സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഒരാൾക്കും നീഡഡ് അല്ല. അതായത് യു ആർ നോട്ട് നീഡഡ് ബൈ അതേഴ്സ്. എപ്പോഴും നമ്മൾ ഐ ആം വാണ്ടഡ് ബൈ അതേഴ്സ്, ഐ ആം നീഡഡ് ബൈ എനിക്ക് അവർക്ക് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്, എന്നെ കൊണ്ടാണ് ആവശ്യം, ഞാനുണ്ടെങ്കിലേ അവർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ, ഞാനുണ്ടെങ്കിലേ അവർക്ക് സഹായം കിട്ടത്തുള്ളൂ. ഇതൊന്നും നമ്മളായിട്ട് ചെയ്യണ്ട. അത് തന്നെയാണ് ആദ്യത്തെ അതിശയം നടന്ന വെള്ളത്തെ വീഞ്ഞാകുന്നിടത്ത്. അമ്മ പറയുന്നു ഇവർക്ക് വീഞ്ഞ് തീർന്നു പോയി മോനെ എന്ന് പറയും. അമ്മ നമുക്കിതിൽ എന്ത് കാര്യം? വി ഡോണ്ട് ഹാവ് ടു ഗെറ്റ് ഇൻവോൾവ് വിത്ത് സച്ച് കൈൻഡ് ഓഫ് തിങ്സ്. നമുക്കിതിനകത്ത് ശരിക്കും ഇൻവോൾവ് ചെയ്യണം. നമ്മളിതിനകത്ത് അവർക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് വീണ്ടും ഉറപ്പിക്കുക. അപ്പോൾ അമ്മ പറയുന്നു ഇല്ല മോനെ അത് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഓക്കെ ബിക്കോസ് യു ആസ്റ്റ്. അതായത് ഹീറോ കളിക്കാനായിട്ട് നിൽക്കാറില്ല. നമ്മളൊക്കെ ആണെങ്കിൽ വിഞ്ഞു തീർന്നോ, ഇങ്ങോട്ട് എടുത്തോണ്ട് വരൂ, എനിക്കിങ്ങനെ കഴിവുണ്ട്, ഞാനിപ്പോൾ ചെയ്തു തരാം എന്നുള്ള രീതിയിലാണ് നമ്മൾ സഹായിക്കാനൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. ഹീറോയിസം എന്ന് പറയുന്നത് ഹീറോയിസം നിങ്ങൾ കളിക്കേണ്ട കാര്യമില്ല. അവിടെ ഒരു വില്ലനെ പോലെയാണ്, അല്ലെങ്കിൽ ഒരു ഇത് പറയുന്നത് എന്ത് കാര്യത്തിനാണ്, ഞാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യേണ്ടത്, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പം നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മൾ ചെയ്യുമ്പോൾ അത് ഒതൻറ്റിക്കായിട്ടും പ്രോപ്പറായിട്ടും ആവശ്യത്തിന് മാത്രം ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണത് വീഞ്ഞു തീർന്നു പോയപ്പോൾ അങ്ങനെ ചോദിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അടുത്തുനിന്ന് ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ അടുത്തുനിന്ന് അവർ എടുക്കുന്നു അല്ലെ നമ്മുടെ അടുത്ത് പോകുന്നു എന്നുള്ളത് നമുക്ക് നല്ല ഐഡിയ ഉണ്ടായിരിക്കണം. അത് പണമാകട്ടെ, നമ്മളുടെ സ്നേഹമാകട്ടെ, നമ്മളുടെ എന്താ പറയുക, നമ്മൾ കൊടുക്കുന്ന എന്തുമാകട്ടെ, എന്ത് റിസോഴ്സസുമാകട്ടെ, നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരാൾ കൊണ്ടുപോകുന്നു എന്നുള്ളതിന് അല്ലെങ്കിൽ നമ്മളുടെ ട്രസ്റ്റിനെ അവർ മിസ്യൂസ് ചെയ്യുന്നു, എന്ത് കാര്യവുമാകട്ടെ, നമ്മുടെ കഴിവിനെ അവർ കൊണ്ടുപോകുന്നു, അവർ ഒരു അഡ്വാൻറ്റേജ് എടുക്കുന്നു, നമ്മളിൽ നിന്നൊരു അഡ്വാൻറ്റേജ് എടുക്കും. ഇത് നമ്മൾ ക്ലാരിറ്റിയിൽ അറിയണമെന്ന് ജീസസ് കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് രക്തസ്രാവക്കാരി തൻ്റെ തുണിയിൽ തൊടുമ്പോൾ, വസ്ത്രത്തിൽ തൊടുമ്പോൾ അവർക്ക് സുഖമാകുമ്പോൾ ജീസസ് പറയുന്നു ഇത്രയും ആൾക്കൂട്ടത്തിൽ പോലും ഞാൻ തിരിച്ചറിയുന്നു എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, ഒരാൾ അതിനു വേണ്ടിയിട്ട് എന്നെ തൊട്ടു എന്ന് പറയുന്നത്. അപ്പം അത്ര കോൺഷ്യസ് ആയിരിക്കണം നമ്മൾ. അത്രയും ആളിൻ്റെ ഇടയ്ക്കൊന്നും ആ ശക്തി പോയപ്പോൾ ജീസസ് പറയുന്നു ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദർ ഇസ് സമ്മൺ ഹൂ ഹാസ് ടച്ച്ഡ് മീ, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. നമ്മളെയൊക്കെ ആരൊക്കെ എന്തൊക്കെ ചെയ്ത് ഏതൊക്കെ രീതിയിലാക്കിയാലും നമുക്കിതിൻ്റെ ഒരു അറിവ് പോലും കിട്ടില്ല. അപ്പം ഇവിടെയൊക്കെ എന്നിൽ നിന്ന് നഷ്ടപ്പെടുന്നത് എന്തോ, എന്നിൽ നിന്ന് ആരെങ്കിലും എൻ്റെ സമ്മതമില്ലാതെ ടേക്കൻ അഡ്വാൻറ്റേജ് ഓഫ് മീ, എന്നെ അങ്ങനെ നോക്കുന്നത് ഞാൻ ശരിക്കും തിരിച്ചറിയണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതും ജീസസ് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ബി റെഡി ടു ഡൈ ഫോർ യുവർ പേർപ്പസ്. അത് ജീസസ് കാണിച്ചു തന്നതാണ്. നിങ്ങൾക്കൊരു പേർപ്പസ് ഉണ്ടെങ്കിൽ ധൈര്യപൂർവ്വം ആരൊക്കെ എതിർത്താലും, ഈ ലോകം മുഴുവൻ നിന്നെ തെറ്റുകാരനെന്നോ പറഞ്ഞാലും, ഇഫ് യു ബിലീവ് ദാറ്റ് ദിസ് ഈസ് സംതിങ് ദാറ്റ് ഐ വോണ്ട്, എനിക്ക് അതിന് ഉറപ്പുണ്ട്, എനിക്കതിൽ ട്രസ്റ്റ് ഉണ്ട്, എനിക്കതാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന, നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന, നിങ്ങളുടെ പേർപ്പസിലേക്ക് നിങ്ങൾ സെറ്റ് ചെയ്യുന്ന കാര്യം കിട്ടാൻ വേണ്ടി ബി റെഡി ടു ഡൈ ഓൺ ദ ക്രോസ്.
എന്ത് ബുദ്ധിമുട്ടുകൾ സംഭവിച്ചാലും എന്തൊക്കെ വന്നാലും ഞാൻ അത് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കും, അതിനുവേണ്ടി ജീവൻ കളയാൻ പോലും ഞാൻ തയ്യാറാണ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളെ സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ക്രിസ്മസ്, ഈ വർഷത്തെ ഈ ക്രിസ്മസ് ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ജീസസ് പറഞ്ഞു തന്നിട്ടുള്ള, ജീവിച്ച് കാണിച്ചു തന്നിട്ടുള്ള ഇങ്ങനത്തെ നല്ല നല്ല മെസ്സേജസ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാനായിട്ട് പറ്റണം. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഈ ക്രിസ്മസ് ദിനത്തിൽ നിങ്ങൾ വാക്ക് കൊടുക്കണം നിങ്ങളോട്, ഞാൻ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. I will never give abuse, I never take abuse, I will never self abuse. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് നല്ല പീസ്ഫുള്ളായിട്ടും ഹാപ്പി ആയിട്ടും പ്രോഗ്രസീവായിട്ടും ജീവിക്കാൻ വേണ്ടി ഈ യൂണിവേഴ്സിലേക്ക് നിങ്ങളെ അയച്ചിരിക്കുമ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ജീവിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കാനും ശ്രമിക്കണം. അങ്ങനെ ജീവിക്കാൻ ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.